ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഗോതമ്പ് പൊടിയും അതേപോലെ ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടീ ടൈം സ്നാക്ക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. വീട്ടിലെല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഗോതമ്പ് പൊടിയും അതേപോലെ ഒരു മുട്ടയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം വരുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടായാലും 1/2 ടീസ്പൂണോളം എടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 1/2 ഗ്ലാസോളം വരുന്ന ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടെന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടില്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ഇളം ചൂട് മാത്രം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇത് പുളിക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പാല് അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ കറക്റ്റ് 1 ഗ്ലാസോളം വരുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഗോതമ്പ് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. ഇനി നിങ്ങൾ പാക്കറ്റ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് 1 ഗ്ലാസോളം വരുന്ന ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതേ ഒരു സെയിം ഗ്ലാസ്സിൽ കറക്റ്റ് 1/2 ഗ്ലാസോളം വരുന്ന മൈദയും കൂടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1/2 ഗ്ലാസോളം മൈദ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദ എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തോളൂ കേട്ടോ. ഇനി ഗോതമ്പ് പൊടി എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് 1.5 ഗ്ലാസോളം വരുന്ന മൈദ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതെന്തെല്ലാം ഗോതമ്പ് പൊടിയിൽ ഈ ഒരു മൈദ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ചക്കുത്തലൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ഗ്ലാസോളം വരുന്ന മൈദ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നമ്മൾ എന്തിനാണ് ഇതിലോട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഈസ്റ്റും പാലൊക്കെ നന്നായിട്ട് മിക്സായി ആ ഒരു ഈസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാലിൽ അങ്ങോട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പാല് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പൊടിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പൊടി നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് കുഴക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊട്ടി പിടിക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ കയ്യിൽ തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കൂടാതെ ഈ ഒരു മാവിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഈ ഒരു മാവ് അങ്ങോട്ട് ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഓയിൽ ഇതുപോലെ നമ്മളൊന്ന് തൂത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു 1.5 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ട് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ 2 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് നുറുക്കിയിട്ടൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് ഇടുക കേട്ടോ. അതേപോലെ 1 ടീസ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ഒരു 2 അല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി കേട്ടോ, അത് മാത്രം മതി. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഒരുപാട് ഈ ഒരു സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അത് കറക്റ്റായിട്ടൊന്ന് മാറിക്കിട്ടി ആ ഒരു സവാളയൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർക്കുന്നത് കറക്റ്റ് 1 ടീസ്പൂണോളം വരുന്ന ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ.
അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പൊടികളുടെ പച്ചമണമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരേക്കും നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു മസാലപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു കോഴിമുട്ട മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സവാളയും അതേപോലെ മുട്ടയൊക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ വേണം നമ്മൾ തിളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ വേണം നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ട ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരകിയതൊക്കെ ഈ ഒരു ലാസ്റ്റ് സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില അതേപോലെ ഒരു ടീസ്പൂണോളം വരുന്ന പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കറക്റ്റ് 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈസ്റ്റ് ഉപയോഗിക്കുമ്പോഴേക്കും അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് പഴക്കമുള്ള ഈസ്റ്റ് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഒരേ വലുപ്പത്തിലുള്ള 6 ബോൾസ് ആക്കി നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു വലിപ്പത്തിലുള്ള 6 ബോൾസാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാട് വലിപ്പമായി പോകേണ്ട, കറക്റ്റ് ഈ ഒരു സൈസിലൊക്കെ ആക്കിയെടുത്താൽ മാത്രം മതി. ഈ ഒരു മാവിൽ നിന്നും ജസ്റ്റ് ഒരു മാവ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്ത് ഫില്ലിങ്സ് ഒക്കെ അതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പക്ഷെ നമ്മൾ ഒരു മാവ് പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി പോകും. ഇനി നമുക്കിത് ഈ ഒരു മാവ് 2 രീതിയിൽ പരത്തിയെടുക്കാം. ഒന്നുകിൽ ഇത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തി പലകയിലൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിലും പരത്തിയെടുക്കാം കേട്ടോ. പക്ഷെ രണ്ടായാലും ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് നൈസായി പോകേണ്ട, ഇച്ചിരി ഒന്ന് കട്ടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മുടെ മാവ് എന്ന് പറയുന്നത് അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് നിറച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കൂടുതലായി പോകണ്ട. കറക്റ്റ് ഒരു 2-3 ടീസ്പൂണോളം മാത്രം കേട്ടോ. കാരണം ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ഇതിലോട്ട് അങ്ങോട്ട് നിറച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഈസ്റ്റ് ചേർത്ത കാരണം ഇത് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് കുറച്ചും കൂടി അങ്ങോട്ട് പൊങ്ങി വരും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ അങ്ങോട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. ഞാൻ എന്തായാലും കറക്റ്റ് ഈ ഒരു രീതിയിലാണ് ഇതങ്ങോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മാവിൻ്റെ ഫില്ലിങ്സ് ഒക്കെ ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഈ ഒരു മാവ് ഈ ഒരു പാത്രത്തിൽ ഇരുന്നങ്ങോട്ട് ഒട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എങ്ങനെയാണ് ഒന്ന് ഷേപ്പ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു മാവെടുത്ത് കയ്യിൽ നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നൈസായി പോകേണ്ട, ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂണോളം വരുന്ന ഫില്ലിങ്സും കൂടി വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് സെക്യൂർ ആയിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗോതമ്പ് പൊടി ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് 2 വശവും എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതേ കറക്റ്റ് ഈ ഒരു കളറാകുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പുറമേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ സ്റ്റേക്കാണ് കേട്ടോ. അതേപോലെ ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സോടുകൂടിയുള്ള മസാലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കറക്റ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റഫ്ഡ് ബണ്ണൊക്കെ കഴിക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.